ലഹരി തൻ്റെ ജീവിതം തകർത്തതാണ്. അതിൻ്റെ അപകടത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാം ഉപേക്ഷിച്ചു. കോഴിക്കോട് ഇടിയങ്ങരയിലെ യുവാവ് ഇപ്പോൾ ലഹരിക്കെതിരായ പോരാട്ടത്തിലാണ്. എന്നാൽ ലഹരി സംഘങ്ങൾക്കെതിരെ പോലീസിന് വിവരം നൽകിയതിന് അയാൾക്ക് ക്രൂര മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത്. പക്ഷേ പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുമില്ല. ഇങ്ങനെ പോലീസ് നിഷ്ക്രിയരാകുമ്പോഴാണ് ലഹരി മാഫിയ പിടിമുറുക്കുന്നത്. ഒരിക്കൽ അവരുടെ സംഘത്തിൽ വീണാൽ രക്ഷപ്പെടുക അത്ര എളുപ്പമല്ലെന്നും യുവാവ് വെളിപ്പെടുത്തുന്നുണ്ട്. അതിനിടെ കോഴിക്കോട് വീണ്ടും ലഹരി മാഫിയ അഴിഞ്ഞാടുന്ന സംഭവങ്ങൾ തുടർക്കഥയാകുന്നു. കടലുണ്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ സംഘം ആശുപത്രി അടിച്ചു തകർത്തു. സംഭവത്തിൽ ഒരാൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ താനൂർ സ്വദേശി അൻസലിനെയും കൊണ്ടാണ് രണ്ട് യുവാക്കൾ TMH ആശുപത്രിയിലെത്തിയത്. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം അൻസലിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. ഇതിൽ പ്രകോപിതരായ ഇരുവരും ആശുപത്രി റിസപ്ഷനിലെ ഉപകരണങ്ങൾ അടിച്ചു തകർക്കുകയും ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് പരപ്പനങ്ങാടി സ്വദേശി ഉഫൈദിനെ അറസ്റ്റ് ചെയ്തു. ജില്ലയുടെ മറ്റ് മേഖലകളിൽ ലഹരി മാഫിയ അഴിഞ്ഞാടുകയാണ്. ഇടിയങ്ങര സ്വദേശിയായ യുവാവിന് ലഹരി മരുന്ന് നൽകാൻ ശ്രമിക്കുന്നതെന്ന് ആരോപിച്ചാണ് മയക്കുമരുന്ന് ഇടപാടുകാരനെതിരെ പൊതുപ്രവർത്തകനായ ഷഹബാസ് വഡേരി പോലീസിൽ പരാതി നൽകിയത്. പരാതി നൽകിയതിന് പിന്നാലെ ഇയാളും കൂട്ടാളികളും ചേർന്ന് ഓഫീസിലെത്തി ഷഹബാസിനെയും സുഹൃത്തിനെയും മർദ്ദിക്കുകയായിരുന്നു. ലഹരി ഉപയോഗിച്ചിരുന്നു. ആ ലഹരി ഉപയോഗിച്ച് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം വന്നു. ആ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയ സാഹചര്യത്തിനപ്പുറം ഇദ്ദേഹം വീണ്ടും ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വിവരം എനിക്ക് കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നടത്തിയ അന്വേഷണത്തിലാണ് ഈ പറഞ്ഞ എന്റെ ഓഫീസിൽ വന്ന് മർദ്ദിച്ചു എന്ന് പറയുന്ന അനീഷ് ബാബു എന്ന് പറയുന്ന ആളും ഒരു ഷൈനേഷ് എന്ന് പറയുന്ന ആളും കൂടെയാണ് വന്നത്. അവര് ഈ ലഹരി വൻ തോതിൽ ബാംഗ്ലൂരിൽ നിന്നും പുറത്തുനിന്നും സാധനം കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഇതുപോലുള്ള ആളുകൾക്കും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഉൾപ്പെടെ വിതരണം ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് എക്സൈസിന് പരാതി നൽകി. അത് നടപടി ഉണ്ടായിട്ടില്ല. ഇതുപോലെ ഇവരെ ഒരു എറണാകുളം ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതിൽ ഞാൻ പരാതി നൽകി. പക്ഷേ യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. താൻ ഏറെ നാളായി MDMAക്ക് അടിമയായിരുന്നുവെന്ന് പരാതിക്കാരനായ യുവാവ് സമ്മതിക്കുന്നു. ലഹരി ഉപയോഗം അവസാനിപ്പിച്ചെങ്കിലും പിന്നാലെ നടന്നുപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഇതോടെയാണ് പരാതി നൽകാൻ തയ്യാറായതെന്നും യുവാവ് പറഞ്ഞു. മുമ്പ് ഞാൻ വാങ്ങിച്ചിരുന്നു. പിന്നെ ഒരു ദിവസം അതിശയമായി ഷഹബാസ് ഇത് കാണാനിടയായി. എന്നെ ഷഹബാസ് ഇത് നിർത്താൻ വേണ്ടിയിട്ട് എന്നതാക്കി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞു. പിന്നെ ഈ അനീഷ് ബാബു എന്ന വ്യക്തി വീണ്ടും എന്നെ കോണ്ടാക്ട് ചെയ്ത് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പേരിന് ഇതായി. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഷഹബാസ് ഞാനും കൂടി പിന്നെ പരാതിപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ അതിന്റെ വൈരാഗ്യത്തിൽ ഇവര് ഷഹബാസ് ഓഫീസിൽ ഇരിക്കുന്നത് ഷഹബാസിനെ ഓഫീസിലൊന്ന് അടിക്കായിരുന്നു. അപ്പോൾ ഷഹബാസ് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവരെന്നെയും ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത്. തലയെടുത്ത് ഇതിലടിക്കുക, ഗ്ലാസിന്റെ മുകളിലടിക്കുക, പിന്നെ കൈക്ക് ഒക്കെ പരുക്കുണ്ട്. ഇതിന് പിന്നെ ഇവിടുത്തെ എല്ലിന് ചെറിയ പൊട്ടുണ്ട്. മൊബൈൽ ഫോൺ അടക്കം പ്രതികൾ കവർന്നതായും പരാതിയിൽ പറയുന്നു. മൊബൈൽ പലപ്പോഴും ഓണാവുന്നുമുണ്ട്. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി പ്രതിയെ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നില്ലെന്നാണ് ഇവരുടെ ആരോപണം. ന്യൂസ് 18 കോഴിക്കോട്.